ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുന്നേ പഠിച്ചൊരു കോൺസെപ്റ്റ് തന്നെയാണ്. സെറ്റ് തിയറിയിലൊരു കോൺസെപ്റ്റാണ്. അത് തന്നെയാണ്, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ബൂളിയൻ ആൾജിബ്രയിലും പറയുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിലേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഈക്വലൻസ് റിലേഷൻ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓർഡർ, പാർഷ്യൽ ഓർഡർ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പാർഷ്യൽ ഓർഡർ എന്നുള്ളത് പഠിക്കാം. പാർഷ്യൽ ഓർഡർ റിലേഷൻ. നിങ്ങൾ ഇക്വലൻസ് റിലേഷൻ പഠിച്ചിട്ടുണ്ട്, റിലേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഇനി ബൂളിയൻ ആൾജിബ്ര കോൺസെപ്റ്റിൽ പറയുന്നതാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. A relation R on a set A is called a partial order relation if it satisfies the following three properties. ഒരു റിലേഷൻ ആണ് ആർ എങ്കിൽ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിലേഷൻ ആണെങ്കിൽ, അതൊരു പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെങ്കിൽ മെയിനായിട്ട് 3 കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആ കണ്ടീഷൻസാണ് ഞാൻ പറയുന്നത്. 1 റിഫ്ലക്സീവ്, 2 ആൻറ്റിസിമെട്രിക്, 3 ട്രാൻസിറ്റീവ്. നമ്മൾ ഈക്വലൻസ് റിലേഷൻ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സിമെട്രിക്, റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ്. ഈ മൂന്നും കൂടി ഒബേ ചെയ്യുന്നതാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ റിലേഷൻ ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആയിരിക്കണം, ആൻറ്റിസിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനെ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയാം. ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്ന് പറയുമ്പോൾ, അതായത് എ എന്ന് പറയുന്നത് റിഫ്ലക്സീവ്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ എന്നുള്ള റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്ന് പറയുന്നത് എ എന്നുള്ളൊരു എലമെൻ്റ് ആണെങ്കിൽ, എ റിഫ്ലക്സീവ് എ എന്ന് പറയണമെങ്കിൽ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ ആവണം. അതായത് ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ്സ് എല്ലാം തന്നെ മെയിൻ സെറ്റിലെ എലമെൻറ്റ് ആണെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഒരു 1 2 3 എക്സെട്ര അതായത് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സെറ്റ് എടുത്തു. അപ്പോൾ അതിൽ നിങ്ങളൊരു പ്ലസ് എന്നുള്ളൊരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏതൊരു നമ്പറിനെ ആഡ് ചെയ്താലും ആ നമ്പർ സെറ്റിലുണ്ടായിരിക്കും. 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 എന്നുള്ളത് നമ്മുടെ എ എന്നുള്ള സെറ്റ് നാച്ചുറൽ നമ്പർ സെറ്റിലുണ്ട്. അങ്ങനെ ഏതൊരു പ്ലസ് ആണ് ഓപ്പറേഷൻ എടുത്തതെങ്കിൽ ഏത് പ്ലസ് ചെയ്താലും നമുക്കറിയാം ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ നമ്പറും അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലസ് എന്നുള്ളൊരു ഓപ്പറേഷന് റിഫ്ലക്സീവ് ആണ് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും, ഈസി ആയിട്ട് പറയാൻ കഴിയും. അതുകൊണ്ട് അതിനാണ് നമ്മളിങ്ങനെ ഡയഗ്രമാറ്റിക്കായിട്ട് നമ്മളൊരു ഇക്വേഷൻ മോഡലിൽ എഴുതുന്നതാണ്. എ റിലേറ്റഡ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. അതായത് എ എന്ന് പറഞ്ഞത് ആർ എന്നുള്ള റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ എ റിലേറ്റഡ് എ ആവണം. എയും എയും കൂടി റിലേഷൻ ഉണ്ടാവണം. അതിൽ എല്ലാ എലമെൻറ്റും എയിലായിരിക്കണം. അതേസമയം റിലേഷൻ ആർ എന്ന് പറയുന്നത് ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ എ റിലേറ്റഡ് ബിയും ബി റിലേറ്റഡ് എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും എന്നാണ് പറയുന്നത്. എ ബിക്ക് റിലേറ്റഡും ബി എക്ക് റിലേറ്റഡും ആണെങ്കിൽ ആൻറ്റിസിമെട്രിക് പറയുന്നതാണ് എ ഈക്വൽ ടു ബി ആവണമെന്ന്. അങ്ങനെയുള്ള കണ്ടീഷൻ മാത്രമേ ആൻറ്റിസിമെട്രിക് ആവുകയുള്ളൂ. അതായത് ഈ എ എന്നുള്ള എലമെൻറ്റും ഇവിടെ ബി എന്ന് പറഞ്ഞ എലമെൻറ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ആൻറ്റിസിമെട്രിക്. അതേസമയം സിമെട്രിക് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആവണം എന്നേ പറയുന്നുള്ളൂ. ഇവിടെ എന്താണ് അങ്ങനെ റിലേറ്റഡ് ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ആർ എന്നുള്ളത് ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ റിലേറ്റഡ് ബിയും ബി റിലേറ്റഡ് സിയും ആണെങ്കിൽ എ റിലേറ്റഡ് സി ആയിരിക്കും. നമുക്ക് മനസ്സിലാവും. എ ബിക്ക് റിലേറ്റഡും ബി റിലേറ്റഡ് സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കും. അതിലിപ്പോൾ ഈ ആൻറ്റിസിമെട്രിക് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവുള്ളൂ. മറ്റു രണ്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് പാർഷ്യൽ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറയാം. ഷോ വെദർ ദ റിലേഷൻ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. ഒരു റിലേഷനാണ് എക്സ് വൈ എന്ന് പറഞ്ഞ റിലേഷൻ. എക്സ് വൈ എന്നുള്ള പെയർ റിലേറ്റഡ് ടു ആർ എന്ന റിലേഷൻ. അതിൽ എക്സ് എന്ന് പറയുന്നത് വൈയേക്കാൾ വലുതോ വൈയേക്കാൾ ഈക്വലോ ആയിരിക്കും. അങ്ങനെ തന്നിട്ടുണ്ട്.
എന്നിട്ടൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഒരു സെറ്റ് എടുത്ത് 1 2 3 4 എന്നുള്ളൊരു സെറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ദ സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 കണ്ടെയ്നിങ് 4 പോസിറ്റീവ് ഇൻറ്റീജർ. 4 പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ് 1 2 3 4 എന്നുള്ളത്. ഫൈൻഡ് ദ റിലേഷൻ ഫോർ ദിസ് സെറ്റ് സച്ച് ആസ്. 6 എന്നുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. 2 1 3 1 3 2 4 1 തന്നിട്ടുണ്ട്. കാരണം ഇതിലെല്ലാം ഈ 1 2 3 4 ഉപയോഗിച്ചും കൊണ്ട് ഉണ്ടാക്കിയൊരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, ആൻറ്റിസിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ് ആസ് ഫോർ എവരി എ ബിലോങ്സ് ടു എ. അപ്പോൾ എ ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് 1 2 1 1 2 2 3 3 4 4 ബിലോങ്. നോക്കൂ, അപ്പോൾ ഇതാണ് സെറ്റ്. ക്വസ്റ്റ്യൻ തന്ന സെറ്റ്സ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. റിഫ്ലക്സീവ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ കോർഡിനേറ്റ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതുമ്പോഴും അതുപോലെ തന്നെ എ അല്ലെങ്കിൽ എ ബി അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എ എന്ന് എഴുതുമ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സെറ്റ് ഒന്ന് 1 ആണ്. അപ്പോൾ 1 1 2 2 3 3 4 4 ഈ 4 എണ്ണമാണ് വരിക. ഈ 4 ഈ സെറ്റ് തന്ന സെറ്റിലുണ്ടോ? 4 4 ഇതാ, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, എല്ലാം ഉണ്ട്, 4 ഉണ്ട്. അതുകൊണ്ട് സോ ഇസ് എ റിഫ്ലക്സീവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് എ റിലേഷൻ റിഫ്ലക്സീവ് ആസ് ഫോർ എവരി എ ബിലോങ്സ് ടു എ കോമ എ ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് 1 1 2 2 3 3 എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത് റിഫ്ലക്സീവ് ആണ്. ഇനി ആൻറ്റിസിമെട്രിക് ആണോ എന്നാണ് നോക്കേണ്ടത്. എ റിലേഷൻ ഇൻ ആൻറ്റിസിമെട്രിക് ആസ് വെദർ എ കോമ ബി ആൻഡ് ബി കോമ എ ബിലോങ്സ് ടു ആർ വി ഹാവ് എ ഈക്വൽ ടു ബി. എന്താണ് പറയുന്നത്? എ കോമ ബിയും ബി കോമ എയും ആറിലുണ്ട്. അത് ശ്രദ്ധിക്കുക. 2 1 ഉണ്ട്, 1 2 ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ 3 1 ഉണ്ടെങ്കിൽ 1 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻറ്റിസിമെട്രിക് എന്നുള്ള ഒരു പ്രോപ്പർട്ടി പറയാൻ കഴിയുള്ളൂ. എ റിലേഷൻ ഈസ് ആൻറ്റിസിമെട്രിക് ആസ് വെനെവർ എപ്പോഴാണോ എയും ബിയും എയും ഈക്വൽ ആവുന്നത് ആ കേസിൽ എന്തായിരിക്കും? എയും ബിയും ഈക്വൽ ആവും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കേസിൽ 2 2 1 1 3 3 ആ കേസിൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ, എയും ബിയും ഈക്വലായി വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റും എയും ബിയും എയും ഒരുപോലെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളിൽ അങ്ങനെ ഈക്വലായിട്ട് വരും. ഇനി ട്രാൻസിറ്റീവ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതേപോലെ തന്നെയാണ് പറയാൻ കഴിയുന്നത്. എ കോമ ബിയും ബി കോമ സിയും, അതായത് നോക്കൂ 2 1 അല്ലെങ്കിൽ 2 1 1 1 രണ്ടും ഈ സെറ്റിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ എയും ഇത് ബിയും ആണ് വിചാരിക്കുക. ഇത് ബിയും ഇത് സിയും. ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെ ബി ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ എയും സിയും കൂടി ആ സെറ്റിലുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 1 ആണ്, 2 ആണ് എ, സി എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 1 എന്നുള്ളതിലുണ്ട്. അതുപോലെ ഓരോന്ന് നോക്കുക. അങ്ങനെ എല്ലാം അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. ഈ ഒരു ഫംഗ്ഷനിൽ ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയും. അങ്ങനെയാണ് ഈക്വലൻസ് പാർഷ്യൽ ഓർഡർ റിലേഷൻ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സിമെട്രിക് ആണോ ആൻറ്റിസിമെട്രിക് ആണോ? ആൻറ്റിസിമെട്രിക് എന്ന് പറയുന്നത് കേസ് ഉദ്ദേശിക്കുന്നത് എയും ബിയും എയും രണ്ടും ഉണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് കൺസിഡർ ചെയ്യുന്നത്. 2 1 1 2 റിലേഷനിൽ ഉണ്ടെങ്കിൽ രണ്ടും ഈക്വലായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ഇതാണ് ആൻറ്റിസിമെട്രിക് എന്ന് പറയുമ്പോൾ ഇതിനുണ്ടല്ലോ ഒന്നിൻ്റെ 2 ഭാഗങ്ങൾ ഒരേപോലെ വരുന്ന 2 ഭാഗങ്ങൾ എന്നുള്ളതാണ് ഈക്വൽ ടു ബി എന്ന് പറയാൻ കാരണം. അതാണ് പാർഷ്യൽ ഓർഡർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്
നോക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമൊന്നുമല്ല പാർഷ്യൽ റിലേഷൻ. ഇൻ കേസ് ചോദിക്കാം എന്ന് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.